നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിലാണ്. കേശവാനന്ദ ഭാരതീൻ്റെ കേസിൻ്റെ ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ കേസിൻ്റെ ഒറിജിൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് തന്നെ എങ്ങനെയാണ് ഈ കേസ് വന്നതെന്ന് നോക്കാം. കൊളോണിയലിസത്തിനൊക്കെ ശേഷം മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് നമ്മളും ലാൻഡ് റിഫോംസ് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ ലാൻഡ് റിഫോംസ് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ കേരളത്തിലും ലാൻഡ് റിഫോംസ് വരികയാണ്. ലാൻഡ് റിഫോംസ് ആക്ട് 1969. ഈ ആക്ട് അനുസരിച്ചിട്ട് ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു ഫാമിലിക്കോ ഒരു ലിമിറ്റഡ് അല്ലാത്ത മണിയോ ലാൻഡോ ഉണ്ടാവുന്ന സമയത്ത് അതിനെ സർപ്ലസായി കണക്കാക്കി അത് ഗവൺമെൻറ് ഏറ്റെടുക്കുമായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്നറിയോ, ഈ ലാൻഡ് റിഫോംസ് ആക്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് ശേഷം ഒരുപാട് ഫാമിലീസിന് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു. അവർക്ക് ഇൻകം പോലും ഇല്ലാത്തൊരു അവസ്ഥ വരാൻ തുടങ്ങി. ആ സമയത്താണ് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന ഒരു സ്വാമിജി തൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടുവെന്നും തൻ്റെ ഇൻകം ഇല്ലാതെ ആയി എന്നും പറഞ്ഞ് സുപ്രീം കോർട്ടിലേക്ക് ഒരു കേസ് പോവാൻ തീരുമാനിക്കുന്നത്. അന്ന് അദ്ദേഹം സുപ്രീം കോർട്ടിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചാലഞ്ച് ചെയ്ത് പോയതാണ് ഇന്ന് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസുള്ളൊരു കേസായത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളത്. കേശവാനന്ദ ഭാരതി തൻ്റെ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു അഡ്വക്കേറ്റിനെ കണ്ട് തൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുക ചെയ്തത്. അപ്പോൾ ആ അഡ്വക്കേറ്റ് പറഞ്ഞു തൻ്റെ കേസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിക്കുള്ള ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഏറ്റവും റിനൗൺഡ് അഡ്വക്കേറ്റായ നാനി ഫൽക്കിവാലിനെ നമ്മൾ ഈ കേസ് ഏൽപ്പിക്കാം, സാറിനോട് ചോദിക്കാം എന്നും പറഞ്ഞു. അങ്ങനെ സാറിനെ കണ്ട് സാറിനോട് ഈ കേസൊക്കെ നമ്മൾ ബ്രീഫായി പറഞ്ഞ സമയത്ത് സാറ് പറഞ്ഞത് ചിലപ്പോൾ ചരിത്രം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കേസായി ഇത് മാറാൻ ചാൻസ് ഉണ്ട് എന്നാണ്. മാത്രമല്ല താൻ ഈ കേസ് ഏറ്റെടുത്തോളാമെന്നും കേശവാനന്ദ ഭാരതിക്ക് ഒരു ഉറപ്പ് കൊടുത്തു. ഇതിൻ്റെ ബാക്കി നമ്മൾ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.